ബീച്ചിൽ പോയിട്ട് വന്നിട്ടൊരു വണ്ടി മേടിച്ചാലോ? സൂപ്പർ മാർക്കറ്റിലെ വണ്ടിയാണോ വേണ്ട ഉണ്ണിക്കുട്ടന്? വേറെ കടയിലൊരു വലിയ വണ്ടി മേടിച്ചാലോ? ആ എന്നാ വണ്ടി മേടിക്കുന്നേ? വലുതാണ് മേടിക്കുന്നേ? കുഞ്ഞു വണ്ടി പോരി. സൂപ്പർ മാർക്കറ്റിലെ വണ്ടിയാണ് വേണ്ടേ? അത് കുഞ്ഞു വണ്ടിയല്ലേ? ഇച്ചിരൂടെ വലിയ വണ്ടി മേടിച്ചാലോ? പൈസ ഇല്ലല്ലോ അല്ലേ? അച്ഛന്റെ പൈസ ഇല്ലല്ലോ അല്ലേ? കുഞ്ഞു വണ്ടി മേടിക്കാനുള്ള പൈസ ഉണ്ട്. ഉണ്ണിക്കുട്ടന് വേണമെങ്കിൽ ഇച്ചിരി വലിയ വണ്ടി മേടിച്ച് തരാനുള്ള പൈസ ഉണ്ട്. മേടിക്കണോ? കുഞ്ഞു വണ്ടി മതിയോ? കുഞ്ഞാപ്പി ഇരുന്ന് ഓടിക്കുന്ന വണ്ടി വേണോ? വേണോ? ആ ഡോറൊക്കെ ഡ്രന്ന് ഓടിക്കുന്ന വണ്ടി വേണോ? വേണോ? എന്നാ അച്ചാച്ചന് 3 ഉമ്മ തരുവാണെങ്കിൽ അച്ഛൻ മേടിച്ചാൽ. ഉണ്ണിക്കുട്ടാ, ഉണ്ണിക്കുട്ടന്റെ വണ്ടിക്ക് എന്നൊക്കെ വേണം? ഡോർ വേണം, ഡിക്കി വേണം, ബോണറ്റ് വേണം. പിന്നെ എന്നാ വേണം? ഡോറ് വേണം. ഡോറ് വേണം, ഡിക്കി വേണം, സ്റ്റീറിങ് വേണം. പിന്നെ എന്നാ വേണ്ടേ? കൊമ്പ് വേണം. കൊമ്പും വേണോ? ആണോ, കൊമ്പുള്ള വണ്ടിയാണോ വേണ്ടേ? പിന്നെ എന്നാ വേണ്ടേ? ടയർ വേണ്ടേ? ടയർ വേണം. പിന്നെ എന്നാ വേണ്ടേ? പിന്നെ വേണ്ടേ? രാത്രി പോകാൻ ലൈറ്റ് വേണ്ടേ? പിന്നെ എന്നാ വേണ്ടേ? ഹലോ, ഉണ്ണിക്കുട്ടൻ്റെയും ചാച്ചൻ്റെയും പർച്ചേസ് പ്ലാനൊക്കെ നിങ്ങൾ കേട്ടല്ലോ അല്ലേ? അങ്ങനെ കാത്തിരുന്ന് വണ്ടി വാങ്ങാൻ ഇറങ്ങിയതാണ് ചാച്ചനും മോനും. നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്ന ദിവസം രാത്രി ഉറങ്ങാൻ പറ്റില്ലല്ലോ, ആ അവസ്ഥയായിരുന്നു ഇന്ന് ഉണ്ണിക്കുട്ടന്. വണ്ടി വാങ്ങിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ണിക്കുട്ടനാണ് ഒട്ടും ഉറക്കവും വരുന്നില്ല, പോരാത്തതിന് പനിക്കോളും. ഞങ്ങളെ 1-2 കടയിൽ വേറെ നോക്കിയിരുന്നു. അതിനുശേഷം ഞങ്ങളെ അങ്കമാലിയിലുള്ള മൈമ എന്ന് പറയുന്ന ടോയ് ഷോപ്പിൽ വന്നിരുന്നേ. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ ടോയ്സിൻ്റെയൊക്കെ. ഈ വണ്ടികളെല്ലാം ഒരുമിച്ച് കണ്ടപ്പോൾ ഉണ്ണിക്കുട്ടന് കിളി പോയൊരവസ്ഥയായിരുന്നു. ഏതെടുക്കണം ഏത് കയറണം എന്ന് പറഞ്ഞ് വെപ്രാളം പിടിച്ച് നടക്കുന്ന ഒരവസ്ഥ കണ്ടു. ഉണ്ണിക്കുട്ടൻ്റെ ഫേസ് കണ്ടു. അതിപ്പോൾ അതിശയമാണോ അതോ പേടിയാണോ? എനിക്കാണെ തോന്നി അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മഞ്ഞ ക്രെയിനായിരുന്നു എന്ന്. ഉണ്ണിക്കുട്ടനാണെങ്കിൽ കുഞ്ഞു വണ്ടികളുടെ ഒരു ഫാനാണേ. ഒരു ടോയ് കട തുടങ്ങാനും മാത്രമുള്ള വണ്ടികളുണ്ട് വീട്ടിൽ. ആരെങ്കിലും സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് വല്ലതും കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചേക്കണേ. അങ്ങനെ 2-3 കടയിൽ കയറിയതിന് ശേഷം ഉണ്ണിക്കുട്ടനൊരു വണ്ടി ശരിയായി. ഞങ്ങളാണ് വൈകിട്ട് 3:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പം കയറി വന്നപ്പം പാതിരാത്രിയായി. പിന്നെ അങ്കമാലിക്കാർക്ക് അറിയാലോ, നമ്മൾ അങ്കമാലിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ബ്ലോക്കിൽ പെട്ട് കിടക്കുമെന്നുള്ള കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഉണ്ണിക്കുട്ടൻ്റെ കുഞ്ഞു വണ്ടികൾ ഭയങ്കര ഇഷ്ടമാണെന്ന്. ഈ വലിയ വണ്ടി മേടിച്ചപ്പോഴും ഒരു കുഞ്ഞു വണ്ടി മേടിക്കാൻ മറന്നില്ല കേട്ടോ. അല്ല അത് ശരിയല്ലേ, വന്ന വഴി മറക്കരുതല്ലോ. ഈ ടോയ്ക്കാരന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇത് വീട്ടിൽ കയറ്റുന്നതിന് മുന്നേ ആംബുലൻസ് നമ്പറൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. സമയം 11 മണി കഴിഞ്ഞ്. അവനിപ്പോഴും ഉറക്കമൊന്നും വരുന്നില്ല കേട്ടോ. പിള്ളേർക്ക് പിന്നെ വണ്ടി കഴിഞ്ഞില്ലേ ബാക്കിയെല്ലാം. ഇനി യുഗത്തിൽ വളയം വളച്ചെങ്കിലും രക്ഷപ്പെടട്ടെ. അല്ല പിന്നെ